ഞാൻ മിക്കവാറും ഈ അവധി ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നൊരു പാർക്കുണ്ട് ഇവിടെ അടുത്ത്. ഒരു വലിയ പാർക്കാണ്. അപ്പോൾ മിക്കവാറും ഈ സൺറൈസ് സമയത്തൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഇടാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സിന് അറിയാം. ഫ്രണ്ട്സിന് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ തന്നെ ഫെമിലിയറാണ് അവർക്ക് ആ പാർക്ക്. അത്രയും ക്ലോസ് ആണ്. ഒരു വലിയ പാർക്കാണ്. അത് ശരിക്കും നടന്നു വരുമ്പോഴത്തേക്ക് ഏകദേശം 7-8 കിലോമീറ്ററാണ്. അപ്പം അവധി ദിവസങ്ങളിൽ നല്ല വെതറാണെങ്കിൽ ഞാൻ വെളുപ്പിനെ അല്ലെങ്കിൽ സൺസെറ്റിൻ്റെ സമയത്ത്, സൺസെറ്റും സൺറൈസും ആണ് ഏറ്റവും നല്ല ഫോട്ടോസ് കിട്ടുന്ന സമയം. അപ്പോൾ ആ സമയത്ത് നടക്കാൻ പോകാറുണ്ട്. ഈയിടെ എൻ്റെ ഇളയ 2 മക്കളും വരാറുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഈയിടെ കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു എൻ്റെ ഏറ്റവും ഇളയ മോള്, പുള്ളിക്കാരിക്ക് ഓടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സ്പോർട്സും അങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നടക്കാൻ പോയ കൂട്ടത്തിൽ പുള്ളിക്കാരി പറഞ്ഞ എൻ്റെ അടുത്ത് നമുക്കൊന്ന് റേസ് ചെയ്യാം, ആരാ ജയിക്കുന്നതെന്ന് നോക്കാമെന്ന്. അപ്പം ശരി, നമുക്ക് ചെയ്യാമെന്ന്. ഞാൻ റേസ് ചെയ്തു, ഞാൻ ജയിച്ചു. ആൾക്ക് 7 വയസ്സേ ഉള്ളൂ. സന്തോഷമാണ്. നമ്മൾ ജയിക്കുന്ന ഒരു ഗെയിമാണെങ്കിൽ നമുക്ക് ഓടാനൊക്കെ സന്തോഷമാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഓർത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ 7 വർഷം മുമ്പേ അവളുണ്ടായ സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു 3 മാസം കഴിഞ്ഞ് ഈ കുഞ്ഞിനെയും കൊണ്ട് വരണം. കാര്യം ഈ കുഞ്ഞിൻ്റെ ഹിപ്പ് ഡിസ്ലൊക്കേറ്റഡ് ആണ്. അത് ശരിക്കല്ല, അലൈൻഡായിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ ഒരു സർജറി 3 മാസം കഴിഞ്ഞിട്ട്, കുഞ്ഞ് കുറച്ചുകൂടെ ഒന്നായി കഴിഞ്ഞിട്ട്, ഇപ്പോഴേ അത് ചെയ്യാൻ പറ്റത്തില്ല, 3 മാസം കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങിയപ്പോഴേ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞില്ല, അങ്ങനൊരു കാര്യമില്ല, ഷീസ് ഹീൽഡ്. എന്നിട്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ച പോലും. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോൾ മാൻഡേറ്ററി ആണ് നമ്മൾ ആ ഒരു അപ്പോയിൻമെൻറ്റിന് പോകണമെന്നുള്ളത്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുത്ത് പോകുമ്പോൾ 2ാമത്തെ മോൾ, അവൾ ആ സമയത്ത് ഭയങ്കര സിക്ക്. അവൾക്ക് ഫുഡ് എടുക്കാൻ പറ്റുന്നില്ല. 1-2 ദിവസമായിട്ട് ഫുഡ് എടുക്കാൻ പറ്റുന്നില്ല. അത് കൂടുതൽ. ഇപ്പം ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയപ്പോൾ അവർ പറഞ്ഞു ഇല്ല, കുഴപ്പമില്ല, വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരുന്നാൽ മതി, കുഴപ്പമില്ല. അന്ന് അവൾക്ക് 4 വയസ്സേ ഉള്ളൂ. അപ്പോൾ 3 ദിവസമായപ്പോഴത്തേക്ക് ഈ അപ്പോയിൻമെൻറ്റിന് പോകുന്ന സമയമായി. അപ്പോയിൻമെൻറ്റിന് പോയപ്പോഴേക്ക് അവൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല. മേളിക്കൂടെയും എല്ലാം ഫുഡ് അങ്ങ് റിജക്റ്റ് ചെയ്യണം. വയറ്റിൽ നിന്നാണെങ്കിലും അങ്ങ് പെട്ടെന്ന് അവൾക്ക് പോലും കൺട്രോൾ ഇല്ലാതെ അങ്ങ് പോകും. 3 ദിവസം കഴിഞ്ഞ് അപ്പോൾ ഇനി ഞങ്ങൾ ആ അപ്പോയിൻമെൻറ്റിന് പോയപ്പോഴത്തേക്ക് അവർ സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. ഇളയ ആൾ. 2ാമത്തെ ആൾ അന്നേരം അവിടെയും അവൾ വോമിറ്റിങ്ങും എല്ലാം ആയിട്ട് വളരെ അവൾ ബുദ്ധിമുട്ടാണ്. എന്നാലും ചിരിച്ചുകൊണ്ട് ഇരിക്കുക. പിന്നെയും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വിളിക്കുമ്പോഴെല്ലാം അവർ പറയുന്നത് ഇല്ല, വെള്ളം എല്ലാം കൊടുത്താൽ മതി, കുഴപ്പമില്ല. പക്ഷെ വെള്ളം പോലും അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ഏകദേശം നീല നിറം പോലായി. കണ്ണെല്ലാത്തോട്ട് കുഴിഞ്ഞ്. ഇപ്പോഴത്തേക്ക് വൈഫും ഭയങ്കരമായിട്ട് അപ്സെറ്റായിട്ട് പറഞ്ഞു, പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് അറിയത്തില്ല, എവിടെയെങ്കിലും കുഞ്ഞിനെ കൊണ്ടുപോകും, എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം അന്നേരം എല്ലാം ഞാൻ ഹീലിംഗ് എനിക്ക് അന്ന് അറിയാവുന്ന രീതിയിൽ ഞാൻ മിനിസ്റ്റർ ചെയ്യുന്നുണ്ട് കുഞ്ഞിൻ്റെ അടുത്ത്. ഈ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ പറഞ്ഞു മിണ്ടരുതെന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യയോട് പറഞ്ഞു മിണ്ടരുത്. ഞാനും എൻ്റെ മോളാണ്, എനിക്കും അത് കാണുമ്പോൾ ആ പ്രയാസവും എല്ലാം ഉണ്ട്. ഞാൻ അത് പുറമേ കാണിക്കാതെ നമ്മൾ മിണ്ടരുത്. അവളെ ഒരുക്കാൻ പോകും. അവളെ ഒരുക്ക് ഞാനിപ്പോൾ അവളെ പുറത്ത് കൊണ്ടുപോകാൻ പോകുന്നു. എന്നിട്ട് അവളോട് ഞാൻ ചോദിച്ചു, നിനക്കെന്തോ കഴിക്കാനെന്തോ വേണ്ടേ? അവൾ അപ്പം വൈഫ് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയില്ല. കാര്യം അവൾക്ക് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അവളുടെ ബവൽ മൂവ്മെൻറ്റ്സ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവളെ കൊണ്ടുപോയല്ലോ. ഞാൻ പറഞ്ഞില്ല, അവളെ ഒരുക്കുക, സാരമില്ല, ഞാൻ വണ്ടി കഴുകിയേക്കോളാം, എന്തെങ്കിലും കുഴപ്പമില്ലാതെ ഞാൻ വണ്ടി കഴുകിയിട്ടോളാം, കൊണ്ടുവരാൻ. അപ്പോൾ ഒരുക്കി ഞങ്ങൾ 2 കൂടെ പുറത്ത് പോയി. അവൾ പറഞ്ഞാൽ എനിക്കൊരു മക്ഡൊണാൾഡ്സ് വേണം. അവിടെ പോയി ഒരു ബർഗർ മേടിച്ചു കൊടുത്തു. തിരിച്ചു വന്നു. അവൾ ഓക്കെ ആയി. ഞാനിങ്ങനൊരു അനുഭവം ഉള്ളപ്പോൾ ഞാനത് ഷെയർ ചെയ്യുമ്പോൾ അത് എന്നെ പുകഴ്ത്താനല്ല,
ഇങ്ങനെ ഒരു ഓപ്ഷൻ, ഇങ്ങനെ ഒരു സാധ്യത നമുക്കുണ്ട്. ദൈവം ക്രിസ്തുവിലൂടെ, യേശുവിൻ്റെ അടിപ്പിടലാൽ നമുക്ക് സൗഖ്യം വന്നതാകുന്നു. അപ്പം നമുക്ക് അങ്ങനെ ഒരു അനുഗ്രഹമുണ്ട്. ഇത് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അല്ലാതെ ചിലർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ പറയും പൊങ്ങച്ചം പറയാമോ, മറ്റു പലരുടെയും അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ പറയും സ്വന്തം അനുഭവം വരുമ്പോൾ അറിയാമെന്ന് പറയും. അങ്ങനെയൊന്നും അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഗ്രഹങ്ങളെല്ലാം എനിക്കറിയാം ദൈവത്തിൽ നിന്നാണ്, അത് വചനപ്രകാരമാണ്. ഇത് മറ്റുള്ളവരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് എനിക്ക് അതിൽ നിന്ന് പേരോ പ്രശസ്തിയോ സമ്പാദ്യമോ ഒന്നും ഉണ്ടാക്കാനല്ല. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കും കിട്ടണം, ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ്. ഞാൻ റിക്രൂട്ട്മെൻ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ആൾക്കാരുടെ ജോലി കിട്ടുക എന്നുള്ളത് മാത്രമല്ല ഞാൻ നോക്കുന്നത്. അവരുടെ കുടുംബ പശ്ചാത്തലം എല്ലാം, അവരെവിടെ താമസിക്കാൻ പോകുന്നത് അവർ പോലും അറിയാതെ. എന്നാൽ ഇതിനൊന്നും എനിക്ക് ആരും പേയ്മെൻറ്റോ ഒന്നും തരുന്നതല്ല. പക്ഷെ ഞാൻ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയേ അവർക്ക് ആ ജോലിക്കായിട്ട്, അവരല്ല എനിക്ക് പേ ചെയ്യുന്നത്, ഒരു കമ്പനിയാണ് പേ ചെയ്യുന്നത്. ആ കമ്പനി പേ ചെയ്യുന്നത് പറഞ്ഞാൽ അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ മാത്രമാണ്, അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല. പക്ഷെ ഞാൻ അവിടെ ശ്രദ്ധിക്കുന്നത് പറഞ്ഞാൽ ഈ മനുഷ്യന് അവിടെ ജോലി കിട്ടുന്നത് മാത്രമല്ല, അവൻ്റെ ലൈഫ് തന്നെ മാറും. ഏറ്റവും നല്ലൊരു രീതിയിൽ അവൻ്റെ ലൈഫിനൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം. ഇത് ഞാൻ എൻ്റെ ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈയിടെ ഞാനൊരു ഫ്രണ്ടിൻ്റെ അടുത്താണെങ്കിലും സംസാരിക്കുമ്പം പുള്ളി പറയാറ്, ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ റിക്രൂട്ടിങ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കേട്ടിട്ടില്ല. മര്യാദയ്ക്ക് റിക്രൂട്ട്മെൻറ്റ് അവർ ചെയ്ത് തന്ന കാൻഡിഡേറ്റ്സ് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു നേരെ ചൊവ്വേ അവരൊന്ന് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാതെ ഇൻ്റർവ്യൂ ചെയ്യാതെ ഒക്കെയാണ് തരുന്നത്. അവരെ കൊണ്ട് നമുക്ക് പ്രോബ്ലംസേ ഉണ്ട്. അത് പിന്നെ അവരെ കൊണ്ട് അവർ കാശും മേടിക്കും. പക്ഷെ ഇങ്ങനെ കാശ് മേടിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതും അവരറിയാതെ ചെയ്യാന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഓർക്കുമ്പോൾ, ഞാനത് ഷെയർ ചെയ്യുമ്പോൾ അത് എന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. കാര്യം ഞാനത് ഓർക്കുമ്പോൾ നാളെ എനിക്ക് ഉണ്ടാകുന്ന ഇതേപോലെയോ അല്ലെങ്കിൽ വേറൊരാൾക്കാണ്, ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് എൻ്റെ ഇങ്ങനെയൊരു അനുഭവം ഉള്ളതുകൊണ്ട് അത് അവർക്കത് ഒരു വിടുതലും ഒരു ശക്തിയൊക്കെ ആകും. അവർക്കൊരു സൊല്യൂഷൻ, ഒരു പ്രോബ്ലത്തിൽ ഒരു സൊല്യൂഷൻ ആകുക. പോരാത്തതിന് എനിക്കാണെങ്കിലും നാളെ ഇതേപോലെ ഒരു പ്രോബ്ലം വന്നാൽ ഞാനവിടെ പതറേണ്ട കാര്യമില്ല. കാര്യം എനിക്ക് ഇങ്ങനൊരു റെഫറൻസ് പോയിന്റ് ഉണ്ട്, എനിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്, എക്സ്പീരിയൻസും. ഇത് തന്നെ നിങ്ങളും ചെയ്യേണ്ടതാണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ്റെ ഉപകാരങ്ങൾ മറക്കാതിരിക്കും. ശരിക്കും പറഞ്ഞാൽ ദൈവം നടത്തിയ വഴികൾ, ദൈവം ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥകളിൽ നിങ്ങൾക്ക് വലിയ വലിയ വിടുതൽ തന്നപ്പോൾ അത് നിങ്ങൾ ഓർക്കണം. ഓർത്തിട്ട് അത് ഷെയർ ചെയ്യണം, പറയുമ്പോൾ അത് നിങ്ങൾക്ക് മാത്രമല്ല പ്രയോജനപ്പെടുന്നത്, അതേ അനുഭവത്തിലൂടെ ആ സമയത്ത് പോകുന്നവർക്ക് അത് പ്രയോജനപ്പെടും. ആ അനുഭവം അന്നേരം ഇല്ലാത്തവർക്ക് അത് വലിയ തമാശയായിട്ട് തോന്നും, കളിയാക്കാൻ തോന്നും, അല്ലെങ്കിൽ അവർക്കത് ചിലർ അത് റിസീവ് ചെയ്യത്തില്ല. പക്ഷെ പിന്നീട് അവർക്കൊരു അനുഭവം വരുമ്പോൾ ഈ ലെസൺസ് ആയിരിക്കും അവരുടെ മനസ്സിൽ ആദ്യമേ വരുന്നത്. അവരൊരു പക്ഷേ ആദ്യമേ വിളിക്കുന്നത് നിങ്ങളെ ആയിരിക്കും. നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇനിയും അഥവാ നിങ്ങൾ റീച്ചബിൾ അല്ലെങ്കിൽ പോലും നിങ്ങളുടെ അനുഭവം അവരുമായിട്ട് അത് ഷെയർ ചെയ്തതുകൊണ്ട് അത് ചിലർ എൻ്റെ പോസ്റ്റിനൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്. കമൻറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും അവർ പറയുന്നത് ഞങ്ങൾക്കത് 100% അനുഭവമാണ്, അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്രയോ പേരെയാണ് അത് അനുഗ്രഹിക്കുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കണം, ഷെയർ ചെയ്യണം. അത് നമ്മളെ അനുഗ്രഹിക്കും, മറ്റുള്ളവർക്ക് അത് ജീവനും മരണത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഡിസൈഡിങ് പോയിന്റ് ആയിരിക്കും. വേറൊരു പവർഫുൾ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ടെസ്റ്റിമണി എന്ന് പറയുന്നത് സൈറ്റനെതിരായിട്ട് ഉള്ളൊരു വെപ്പണാണ്. ഓക്കെ, സൈറ്റൻ എന്ന് പറയുന്നത് എപ്പോഴും
ഡെവിൾ എന്ന് പറയുന്ന പേര് തന്നെ അതൊരു അഡ്ജക്റ്റീവ്, അതായത് അതൊരു ജോബ് ഡിസ്ക്രിപ്ഷനാണ്. ഡെവിൾ എന്ന് പറയുന്ന ആ പേരെന്ന് പറയുന്നത് ഡിയോ ബോലോസ് എന്നുള്ള 2 വാക്കുകളിൽ നിന്നുണ്ടാകുന്നു. അതായത് അവൻ കോൺസ്റ്റൻ്റ്, അവൻ ഒരു ഇടവിടാതെ, ഈ അഡ്വർടൈസ്മെൻ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് എന്തെല്ലാം കുറവുകളുണ്ടോ, നമ്മളിൽ എന്തെല്ലാം കുറവുകളുണ്ടോ, നമ്മുടെ ചുറ്റിനും എന്തെല്ലാം കുറവുകളുണ്ട്, മറ്റുള്ളവരിൽ എന്തെല്ലാം കുറവുകളുണ്ട്, ഇതിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജോലിയാണ് അവൻ്റെ. സോ ഈസ് കോൾഡ് ദ അക്യൂസർ ഓഫ് ദ ബ്രദർ. അക്യൂസർ, എപ്പോഴും അക്യൂസ്, കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുക, അത് അവൻ്റെ ജോലിയാണ്, അക്യൂസർ ഓഫ് ദ ബ്രദർ. അപ്പം അവനെ ഓവർകം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാക്ഷ്യവും വചനത്താലെയാണ്. ഇപ്പം സാക്ഷ്യത്തിന് അങ്ങനെ ഒരു പവർഫുൾ ഫാക്ടറുണ്ട്. നമ്മൾ കർത്താവിൻ്റെ നന്മകൾ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്ത രംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അങ്ങനെ മറക്കാത്തപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ആ ഒരു സക്സസ് റൂട്ടിൽ തന്നെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, താങ്ക് യു.